ബിസിയാണോ? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ല, മറിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു മെയിൻ ചോദ്യമാണ്. സോ ബിസിനസ്, അതായത് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ബിസി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് മെയിനായിട്ടും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് മനസ്സിലാക്കാനുള്ളത്. സോ ഇതിൻ്റെ പല തലങ്ങളും, അതോടൊപ്പം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എപ്പിസോഡ് ടൈം മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ്. സോ മെയിനായിട്ടും ബിസിനസ്സാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. സോ ബിഫോർ ഗോയിങ് ടു ദ മീറ്റ് ഓഫ് ഡിസ്കഷൻ, നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരാനുള്ളത് ഈ ഒരു പുസ്തകമാണ്. ദ ബിസിനസ് എന്നുള്ള പുസ്തകം ഞാൻ എഴുതിയ പുസ്തകമാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഈ പുസ്തകം അവൈലബിൾ ആണ്. സോ ഈ പുസ്തകം ഡിസ്കസ് ചെയ്യുന്ന പ്രമേയം എന്നുള്ളത് തീർച്ചയായിട്ടും ബിസിനസ് തന്നെയാണ്. നമ്മുടെ ബിസി ലൈഫും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. സോ ആ ഒരു പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടറായി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇന്നത്തെ ഡിസ്കഷനെ നമുക്ക് 4 സെഗ്മെന്റിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ബിസിയാണോ എന്ന കാര്യം സെൽഫ് അവെയർ ആയിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതും. രണ്ടാമത്തേത്, നിങ്ങൾ ബിസി ആണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ബിസി എന്നുള്ള കാര്യവും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടി ബിസി ആണെങ്കിൽ അത് എങ്ങനെ നിങ്ങളുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കാം എന്ന കാര്യവും. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഡിസ്കഷൻ തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ടോപ്പിക്, ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ബിസിയാണോ എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാർ ബിസിയായിരിക്കും, പക്ഷേ ആ കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രാജഡി എന്നുള്ളത്. സോ അവരുടെ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ. അവസാനം ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു. ആ പോയിന്റിൽ, ആ ടിപ്പിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത് അവർ ബിസിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സമയം കടന്നു പോയത് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ. സോ ആ ഒരു സമയത്ത്, അവർക്ക് പ്രായം കൂടിയ സമയത്ത് പല കാര്യങ്ങളും മുമ്പ് അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അത് ആ സമയത്ത്, അതായത് തിരിച്ചറിവ് വന്നതിന് ശേഷം അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. ഫേസ് ഓഫ് ലൈഫ് എന്നുള്ളത് അങ്ങനെയാണ്. പലപ്പോഴും പല കാര്യങ്ങൾ ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പിന്നീട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളൊരു കുറ്റബോധം വരികയും പിന്നീട് തിരിച്ചറിവ് ഡിപ്രഷനിലേക്കും അങ്ങനെ പല കടും കൈകളിലേക്കും ഒക്കെ പോകുമ്പോൾ അത് വലിയൊരു ട്രാജഡി വീണ്ടും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ബിസിനസ് എന്നുള്ള കാര്യം, അതായത് ബീങ് ബിസി എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. സോ നമ്മുടെ കയ്യിൽ നിന്നും സമയം ഒഴുകിപ്പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഒറ്റയ്ക്കിരിക്കേണ്ട സമയം, അല്ലെങ്കിൽ മാറി ഇരിക്കേണ്ട സമയം, പല രീതിയിലുള്ള ചിന്തകൾ വരുന്നത് കൊണ്ട് ആ ഒരു കാര്യം മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ സ്വന്തം അവിടെ ഇരുന്ന് ചിന്തിക്കേണ്ട ആ ഒരു ലോൺലിനെസ് ഒഴിവാക്കാൻ വേണ്ടി ബിസിയാകുന്ന പല കൂട്ടുകാർക്കും വരുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ബിസിനസ് എന്നുള്ളത് ഒരു എക്സ്ക്യൂസായി മാറ്റി തീർച്ചയായിട്ടും അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്നത് പല രീതിയിലുള്ള റിസോഴ്സസാണ്. സമയം ഒരു വലിയ റിസോഴ്സാണ്. നിങ്ങളുടെ യൗവനം ഒരു റിസോഴ്സാണ്. നിങ്ങളുടെ എഫേർട്സ് റിസോഴ്സസാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ജീവിക്കുമ്പോൾ അതിന് ഒരു റിസൾട്ട് തീർച്ചയായിട്ടും വരും. ആ പോകുന്ന പ്രോസസ്സും കൗണ്ട് ചെയ്യും. അതോടൊപ്പം സഞ്ചരിക്കുന്ന യാത്രകളും വഴികളും എല്ലാം അക്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവസാനം ഒരു രീതിയിലുള്ള ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നേടി എന്നുള്ളത് എന്തുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. അത് ഇന്ന് വന്നില്ലെങ്കിൽ പിന്നീട് വരുന്ന സമയം എന്നുള്ളത് വളരെ വൈകിയ സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബിസിയാണെങ്കിൽ യു ഷുഡ് ബി അവെയർ നിങ്ങൾ ബിസിയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റാനുള്ള ഒരു സാഹചര്യം ലഭിക്കും. ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് ഫ്യൂ അവേഴ്സ് ടു തിങ്ക്, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. പേടിച്ച് ഓടാതിരിക്കുക. കയ്യിൽ കിട്ടുന്ന സമയം
മൊബൈൽ നോക്കി ബ്രൗസ് ചെയ്ത്, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് അടുത്ത പാർട്ടി സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതിന് മുമ്പായിട്ടൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള സ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും. അതല്ല ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് നിങ്ങളുടെ ഒരു വിചാരമെങ്കിൽ തീർച്ചയായിട്ടും അത് നാളെ നിങ്ങൾക്ക് വലിയൊരു ചോദ്യചിഹ്നം സമ്മാനിക്കുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ പാർട്ട് എന്നുള്ളത്, നിങ്ങൾ ബിസിയാണെങ്കിൽ അത് ആർക്ക് വേണ്ടിയുള്ള ബിസിനസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിസിയെങ്കിൽ നല്ല കാര്യമാണ്. കാരണം യു ആർ ഗോയിങ് ടു അച്ചീവ് സംതിങ് ഫോർ യു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ റീസൺ ആയിട്ട് ബിസി ഉപയോഗിക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾക്ക് പല രീതിയിലുള്ള ശമനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതല്ല നിങ്ങൾ വേറെ ഒരാൾക്ക് വേണ്ടി ബിസിയാണ്, ഫോർ യുവർ എംപ്ലോയർ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അങ്ങനെ പല കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിസിയെങ്കിൽ, ഈവൻ ഫോർ യുവർ ഫാമിലി, തീർച്ചയായിട്ടും നാളെ നിങ്ങൾ ഒറ്റക്കാകുന്ന ഒരു സമയമുണ്ടാകും. ആ സമയത്ത് നിങ്ങൾ വീണ്ടും കാര്യങ്ങൾ റീപ്ലേ ചെയ്യുകയും അതിൽ പല സമയത്തും പല കാര്യങ്ങളെക്കുറിച്ചും കുറ്റബോധവാന്മാരാകാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയും പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചും എഫേർട്സിനെ കുറിച്ചും റിസോഴ്സസിനെ കുറിച്ചൊക്കെ അന്ന് നിങ്ങൾ ചിലപ്പോൾ ഖേദിക്കാനും കാര്യങ്ങൾ സാധ്യത വളരെ കൂടുതലാണ്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ബിസിയാണ്. സോ ഇങ്ങനെയുള്ളൊരു സാഹചര്യം എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് നേടാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സാഹചര്യവുമായി നിലനിൽക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റുമായി കോർത്തിണങ്ങി കിടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ സമയം കളയാനോ കൊല്ലാനോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചില കാര്യങ്ങൾ നേടാനോ ആയിരിക്കാം നിങ്ങൾ ബിസിയാകുന്നത്. സോ അതിന് പല രീതിയിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇഫ് യു ആർ ട്രൈങ് ടു മൂവ് അവേ, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനാണ് ആഗ്രഹം, പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി, ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വന്ന ചില ട്രോമകളായിരിക്കാം. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റാൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജീവിതം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ അകറ്റാൻ വേണ്ടി നിങ്ങൾ ബിസി ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് കാര്യങ്ങളിലേക്കാണോ, ആക്ടിവിറ്റീസിലേക്കാണോ നിങ്ങളുടെ ബിസിനസ് വഴി നിങ്ങൾ പോകുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു സമയമാണ് പിന്നീട് അത് ഇന്നലകളും ആയി മാറുന്നത്. സോ അങ്ങനെ ഇന്നലകളായി മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഒരു ഓഡിറ്റിംഗ് ചെയ്യേണ്ട സമയം വരും. അതായത് നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അതിൻ്റെ എഫക്ട്സ്, റിസൾട്ട്സ് എന്തൊക്കെയെന്നും മനസ്സിലാക്കേണ്ടി വരും. സോ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ അലട്ടാതിരിക്കാൻ ബി റീസണബിൾ, ബി മൈൻഡ്ഫുൾ, ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കറണ്ട് സമയം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കുന്നു, അതല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല രീതിയിലുള്ള ചിന്തകൾ വരുന്നു, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അങ്ങനെ പല കാര്യങ്ങളുമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ഇന്ന് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് പിന്നീട് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യമാണ് നിങ്ങളെ ബിസിയാക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ ദാറ്റ് ഈസ് സ്റ്റിൽ എ ഫ്യൂച്ചർ. സോ അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം അതിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫ്യൂച്ചർ വരാൻ പോകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഈ വീഡിയോ കാണുകയാണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ സർട്ടൻ അണ്ടർസ്റ്റാൻഡിങ്. അതല്ല ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയി ബന്ധപ്പെട്ട് ഒരു ഡാൻസോ മറ്റോ കാണുകയാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. സോ യു വിൽ ഗെറ്റ് എ സർട്ടൻ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അതല്ല നിങ്ങൾ മൊബൈലിൽ തന്നെ ന്യൂസ് നോക്കുകയാണ്, സോ യു വിൽ ഗെറ്റ് സം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കറണ്ട് അഫയേഴ്സ്.
അതല്ല, നിങ്ങൾ മൊബൈൽ അവിടെ വെച്ച് നടക്കാൻ പോവുകയാണ്, ഫ്രീ മൈൻഡ്, ഫ്രീ ഹാൻഡ് ആയിട്ട്. സോ യു വിൽ ഗെറ്റ് സർട്ടൻ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ചില ആൾക്കാരെ പരിചയപ്പെടാനുള്ള സാഹചര്യവും ലഭിക്കും. പിന്നീട് ആ പരിചയപ്പെടൽ നല്ല ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് എത്തിച്ചേരും. സോ ഈച്ച് പ്രോസസ് അല്ലെങ്കിൽ ഈച്ച് ചോയ്സ് യു മേക്ക്, അത് പല കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് തീർച്ചയായിട്ടും നിങ്ങളെ ഓരോ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിലേക്കാണ് ബിസിയാക്കാൻ പോകുന്നത്. സോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ ബിസി ആയിരിക്കുക, എങ്ങനെയെങ്കിലും ബിസി ആയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ബിസിയാകുന്നത് എന്തിലേക്ക് എന്ന്, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളിലേക്ക് എന്നുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യും എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ ടൈം മാനേജ്മെൻ്റ് ആണ്. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം ഈ ഒരു ചാനലാണെങ്കിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട് വേറൊരു ചാനലുണ്ട്. സോ അവിടെയും ചോദിക്കാറുണ്ട്. സോ ടൈം മാനേജ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമയത്തെ ക്രമീകരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ സമയം ക്രമീകരിച്ച് നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ സമയത്തെ അല്ലെങ്കിൽ ടൈമിനെ മാത്രമല്ല മാനേജ് ചെയ്യേണ്ടത്, മറിച്ച് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു തെറ്റായ സങ്കല്പമാണ്. നിങ്ങളുടെ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള സമയം ഒരു റിസോഴ്സാണ്. നിങ്ങളുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ വെൽത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അതും ഒരു റിസോഴ്സാണ്. നിങ്ങളുടെ എഫേർട്ട് റിസോഴ്സാണ്. നിങ്ങൾ ജീവിതത്തിൽ ഏത് ലൈഫ് സ്റ്റേജിലാണ് എന്നുള്ളത്, നിങ്ങളുടെ ഏജ് എന്നുള്ളത് ഒരു റിസോഴ്സാണ്. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ 20s ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ 30s നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ 30s നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ 40s ചെയ്യാൻ പറ്റില്ല. 40s ചെയ്യുന്ന കാര്യം 50s പറ്റില്ല. 50s ചെയ്യുന്ന കാര്യം 20s ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓരോ ഏജിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ റിസോഴ്സസ് എന്നുള്ളത് ബൃഹത്താണ്. ടൈം മാനേജ്മെൻറ്റിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. സോ നമ്മുടെ കയ്യിലുള്ള ഓരോ കാര്യത്തെയും മാനേജ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വിഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകണം അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്നുള്ള ഗോൾ ഉണ്ടായിരിക്കുക, ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നാം സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ ഗോൾസോ നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു എഡ്യൂക്കേഷൻ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സർട്ടൻ ജോബിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു, നടക്കാറില്ല. സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു പ്രിപ്പറേഷൻ, പക്ഷേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. സോ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ഒബ്ജക്റ്റീവ് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിൽ പതറിപ്പോവുകയാണ്, ഡിപ്രഷനിലേക്ക് പോവുകയാണ്. കാരണം വി ഡോണ്ട് ഹാവ് എ പ്ലാൻ ബി. നമുക്ക് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. സോ ആ സമയത്ത് തകർന്നു പോകാതിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ ബി ഇല്ലെങ്കിലും എനിവേ യു നീഡ് സം ടൈം ടു റിക്കവർ. ആ ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ. പക്ഷേ ഈ റിക്കവർ ചെയ്യുന്ന സമയം എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയല്ലോ, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം എന്താണ് നെക്സ്റ്റ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ, പോസിബിൾ പാത്വേസ് എന്ന് മനസ്സിലാക്കിയെടുക്കലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു വലിയ കാര്യം എന്നുള്ളത്. ജീവിതം എന്നുള്ളത് ജയിച്ചു പോകുന്നതല്ല, മറിച്ച് തോറ്റാലും പിന്നീടും എണീറ്റ് നിൽക്കാനുള്ള ആ ഒരു കാര്യമാണ്, ആ ഒരു ശക്തിയാണ്. പലപ്പോഴും പല മോട്ടിവേഷണൽ വീഡിയോസിലും മറ്റും നിങ്ങൾ അത് മനസ്സിലാക്കിയതുമാണ്. സോ ഓരോ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നെക്സ്റ്റ് വിജയത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ്. സോ ഫെയിലിയർ എന്നുള്ളത് സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല, മറിച്ച് സക്സസിൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് തീർച്ചയായിട്ടും നമ്മുടെ വിജയം എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ അങ്ങനെ സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ച ബന്ധങ്ങൾ, സ്നേഹിച്ച പെണ്ണ്, ആഗ്രഹിച്ച ജോലി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ. പക്ഷേ നിങ്ങളിപ്പോൾ 20s നിങ്ങൾ വിചാരിക്കും വി ആർ ഗോയിങ് ടു അച്ചീവ് ഇറ്റ് എന്നുള്ളത്. പറ്റില്ല. 75% യു വിൽ നെവർ റീച്ച് ടു ദാറ്റ് പോയിന്റ്. പക്ഷേ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള ഓപ്റ്റിമിസം, പോസിറ്റീവ് വൈബ് വേണം.
ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഗോൾ മാറ്റി ചിന്തിക്കാനുള്ള കഴിവ് വേണം. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം എന്നുള്ളത്. സോ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം കൗണ്ട് ചെയ്യും. അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫിനുള്ള റെസിപ്പിയാണ്. അതോടൊപ്പം ടുവേർഡ്സ് ദ കൺക്ലൂഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, തീർച്ചയായിട്ടും ബിസി ആയിരിക്കുക എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആകാതിരിക്കുക, അതൊരു റീസൺ ആകാതിരിക്കുക. മറിച്ച് ബിസി എന്നുള്ളത് നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് അതിലേക്കുള്ള വഴികളിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ബിസി ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. സോ വൺസ് അഗെയിൻ, പുസ്തകം ദ ബിസിനസ് താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വായിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതോടൊപ്പം ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.